ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ടെഡ്ഡി ബെയർ ഇഷ്ടമില്ലാത്ത ആരാലേ ഉള്ളത്? ഇന്നത്തെ വീഡിയോ നമുക്ക് ടെഡ്ഡി ബെയർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ടെഡ്ഡി ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് പാറ്റേൺസ് ആണ്. ഈ പാറ്റേൺസ് എവിടെ നിന്ന് കിട്ടും? സോഫ്റ്റ് ടോയ്സ് അറ്റ് ഹോം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബുക്ക് വാങ്ങാൻ കിട്ടും. അപ്പം അതിനകത്ത് റാബിറ്റ്, കങ്കാരു, എലിഫൻറ്റ്, ടെഡ്ഡി ബിയർ, ഡിനോസർ, കർട്ടൻ മങ്കി, അങ്ങനെ ഒരുപാട് ടോയ്സിൻ്റെ പാറ്റേൺസ് അതിൽ നമുക്ക് കിട്ടും. ഇതിൽ ടെഡ്ഡി ബിയറിൻ്റെ പാറ്റേൺസാണ് ഇത്. അപ്പോൾ ഇത് ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കാർഡ്ബോർഡിൽ വെട്ടിയെടുത്തതാണ് എൻ്റെ കയ്യിലുള്ള പാറ്റേൺസ്. ഈ പാറ്റേൺസൊക്കെ PDF ആക്കിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഇതിൽ ഓരോ പീസും നമുക്ക് എന്താണെന്ന് നോക്കാം. സ്നൗട്ട്, ഇത് ടെഡ്ഡി ബിയറിൻ്റെ മൂക്കാണ്. അപ്പോൾ മൂക്കിൻ്റെ ഭാഗത്തുള്ള പീസാണ് ഈ സ്നൗട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സൈഡ് ഫേസ്. സൈഡ് ഫേസ് ടെഡ്ഡിയുടെ ഈ ഭാഗത്ത് വരുന്ന പീസാണ്. അപ്പോൾ രണ്ട് സൈഡിലും വരും. ഇതാണ് സൈഡ് ഫേസ്. അടുത്തത് ടെഡ്ഡിയുടെ ചെവി, ഇയർ പീസാണ്. അടുത്തത് ഗസറ്റ്. ഈ ഗസറ്റ് പീസാണ് രണ്ട് സൈഡ് ഫേസിനെ കണക്ട് ചെയ്ത് നിർത്തുന്നത്. അപ്പം ഇത്രയാണ് ടെഡ്ഡിയുടെ ഫേസിൽ വരുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് താഴെ നോക്കാം. ഫ്രണ്ട് ബോഡി. ഈ ഫ്രണ്ട് ബോഡി പീസാണ് ടെഡ്ഡിയുടെ ഈ ഭാഗത്തായിട്ട് വരുന്നത്. അടുത്തത് ലെഗ് പീസാണ്. ഇത് ടെഡ്ഡിയുടേതായ ഈ ഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. നെക്സ്റ്റ് ഫുഡ് പാഡ്, ഇത് ഈ റെഡ് പീസ്. നെക്സ്റ്റ് ഹാൻഡ് പാഡ്, അത് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. ഇനി അടുത്തത് സൈഡ് ബോഡി. സൈഡ് ബോഡി ടെഡ്ഡിയുടെ ഈ ഭാഗത്തായിട്ട് വരും. ഒരു പീസ് ഇവിടെയും വരും, ഒരു പീസ് ഇപ്പുറത്തും വരും. ഇനി നമുക്ക് ടെഡ്ഡി ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ക്ലോത്ത് പരിചയപ്പെടാം. ഈ ക്ലോത്തിൻ്റെ പേര് ഫറോ എന്നാണ്. ഫർ. അപ്പോൾ ഇതിൻ്റെ കണ്ടില്ലേ, നല്ല തൊപ്പയൊക്കെയുള്ള നല്ല ക്ലോത്താണ്. അപ്പോൾ ഇതിൻ്റെ പേരാണ് ഫർ. ഇതിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ തൊപ്പകളുണ്ടല്ലോ, ഈ രോമം, ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നുള്ളത്. ഇതിപ്പോൾ താഴോട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പാറ്റേൺസൊക്കെ ഈ ക്ലോത്തിൽ വെച്ച് വരച്ചെടുക്കാം. അപ്പോൾ പാറ്റേൺ വെച്ച് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫറിൻ്റെ ഡയറക്ഷൻ നോക്കിയാലോ, ആ ഡയറക്ഷനും ഈ പാറ്റേണിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ആരോയുടെ ഡയറക്ഷനും സെയിം ആവാൻ ശ്രദ്ധിക്കണം. ഇതിൽ ചെവി എവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് ക്ലോത്തിലും അടയാളപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ടെഡ്ഡിയുടെ ഹെഡ് ഭാഗത്ത് വരുന്ന എല്ലാ പീസസും നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു ക്ലോത്ത് പരിചയപ്പെടുത്തി തരാം. ഈ ക്ലോത്തിൻ്റെ പേര് ഫെൽറ്റ് എന്നാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്താണ്. ഈ ക്ലോത്തിലാണ് നമ്മൾ ടെഡ്ഡിയുടെ മൂക്ക്, പിന്നെ ചെവിയുടെ ഫ്രണ്ട് ഭാഗം ഒക്കെ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഫെൽറ്റിൽ വരക്കുന്ന ചെവിയുടെ ഭാഗത്തിൽ ഒരു ടക്ക് ഇടാനുള്ള മാർക്ക് ഇടാൻ മറക്കരുത്. വൈറ്റ് കളർ ഫറിലാണ് ഞാൻ ടെഡ്ഡിയുടെ ഉടൽ ഭാഗങ്ങളൊക്കെ വരച്ചെടുക്കുന്നത്. ഹാൻഡ് പീസ്, ലെഗ് പീസ്, സൈഡ് ബോഡി ഒക്കെ വരച്ചു കഴിഞ്ഞു. ഫുഡ് പാഡ് ഞാൻ വരക്കുന്നത് റെഡ് കളർ ഫെൽറ്റിലാണ്. ഈ വരച്ചു വെച്ച പീസുകളൊക്കെ നമുക്കിനി വെട്ടിയെടുക്കാം. ഇത്രയും ഭാഗം ടെഡ്ഡിയുടെ ഉടൽ ഭാഗത്തേക്ക് ആവശ്യമുള്ള പീസസ് ആണ്. ഇതിപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഈ കാണുന്നതൊക്കെ ടെഡ്ഡിയുടെ തലയുടെ ഭാഗത്തെ പീസസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തലയുടെ ഭാഗങ്ങളൊക്കെ തുന്നിയെടുക്കാം.
ഈ കാണുന്നത് ചെവിയുടെ പീസാണ്. അപ്പോൾ ചെവിയുടെ പീസിൽ നമ്മൾ നേരത്തെ ടക്ക് ഇടാൻ വേണ്ടി മാർക്ക് ചെയ്ത ഭാഗമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ടക്ക് ചെയ്ത് വെക്കാം. ഇനി ഫറിലെ ഒരു പീസും ഫെൽറ്റിലെ ഒരു പീസും കൂടെ ചേർത്ത് അറാ പോലെ നിൽക്കുന്ന ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ 2 ചെവി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മൂക്കിൻ്റെ പീസ് എടുത്ത് ഇങ്ങനെ മടക്കി ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യുകയാണ് അടുത്ത പണി. അപ്പോൾ മൂക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി അതിൽ നമ്മൾ കറുത്ത കളറിലുള്ള ആ ഒരു സാധനം ഫിറ്റ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ പാറ്റേൺ വരയ്ക്കുമ്പോൾ ചെവി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് വിടുക. ഇനി ഈ സൈഡ് ഫേസും ഈ ഗസറ്റിൻ്റെ ഭാഗവും കൂടി തുന്നിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ 2 സൈഡ് ഫേസ് ഈ ഗസറ്റിൻ്റെ 2 സൈഡിലായിട്ട് തുന്നി പിടിപ്പിച്ച് കഴിഞ്ഞു. ചെവി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ചെവിയുടെ പീസ് എടുത്ത് ആ ഭാഗത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ഇനി അടുത്ത പണി. രണ്ട് ചെവിയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി കഴുത്തിൻ്റെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നോസിൻ്റെ ഭാഗം എടുത്ത് ആ ഒരു ഗ്യാപ്പിലേക്ക് ഫില്ല് ചെയ്ത് 4 പുറം സ്റ്റിച്ച് ചെയ്യുകയാണ് ഇനി അടുത്ത പണി. നോസിൻ്റെ ഭാഗമൊക്കെ നന്നായി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് അടിമറിച്ച് എന്താ ഇപ്പോൾ ഒരു കുറവ്, കണ്ണ് വെച്ചിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് കണ്ണ് വെക്കണം. അപ്പോൾ ടെഡിയുടെ തല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മാറ്റി വെച്ച് നമുക്ക് ഉടലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി സൈഡ് ബോഡി പാർട്ട് എടുത്ത് അതിൽ ഹാൻഡ് പീസും ലെഗ് പീസും വെച്ച് ചേർത്ത് തുന്നണം. ഇനി ഫുഡ് പാഡ് എടുത്ത് ആ ലെഗിൻ്റെ അവിടെ കാണുന്ന ആ റൗണ്ട് ഹോളിൽ നമുക്ക് തുന്നി പിടിപ്പിക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് പീസ് ഫ്രണ്ട് ബോഡി അതെടുത്ത് ഇപ്പോൾ തുന്നി വെച്ചിരിക്കുന്ന ഈ ഒരു പീസിൽ സൈഡ് കൂടെ തുന്നി പിടിപ്പിക്കുകയാണ് ഇനി അടുത്ത പണി. അത് 2 സൈഡ് ബോഡി ഈ ഒരു ഫ്രണ്ട് ബോഡിയുടെ 2 സൈഡിലായിട്ട് തുന്നി പിടിപ്പിക്കണം. അപ്പോൾ ഫ്രണ്ട് ബോഡി 2 സൈഡ് ബോഡി പീസിൽ നല്ല വൃത്തിക്ക് തുന്നി കഴിഞ്ഞു. ഇനി ആ ബാക്കിൽ കാണുന്ന ആ ഒരു വിടവും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമ്മുടെ ടെഡിയുടെ ഉടൽ ഭാഗം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി തലയുടെ ഭാഗം കൂടി എടുത്ത് ഇതിനോട് ആഡ് ചെയ്യണം. ഇങ്ങനെ തുന്നുമ്പോൾ നമ്മൾ മുഴുവനായിട്ടും തുന്നരുത്, കാരണം നമുക്ക് അടിമറിച്ച് ഇനി പഞ്ഞൊക്കെ അതിൻ്റെ അകത്ത് കയറ്റാനുള്ളതാണ്.
ഇതേ കണ്ടല്ലോ, ടെഡ്ഡി ഉണ്ടാക്കാൻ ഇത്രേ പണിയുള്ളൂ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.